ഇന്ന് ഞാനൊരു നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാൻ പോണത്. ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ നല്ല ബെസ്റ്റ് ഐറ്റം കേട്ടോ അത്. നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അല്പം രാജ്മയും വെളുത്ത കടലയൊക്കെ അല്പാൽപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇതെന്താ ചെയ്യാം. ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിരാനിട്ടു. നല്ലമാതിരി കുതിർന്നിട്ടുണ്ട്. ഒന്നുകൂടി കഴുകിയിട്ട് ഞാനത് പ്രഷർ കുക്കറിലേക്ക് എടുക്കുവാണ്. അത് നല്ലതുമാതിരി വേവിച്ചിട്ട് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാം. അത് വേവാനുള്ള 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പൊടി ചേർത്തോളൂ കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഈ രാജ്മയ്ക്കും കടലയ്ക്കും അധികം ഉപ്പ് ചേർത്തില്ല, അതൊന്ന് കുറച്ചേ ഇടാവൂ. പിന്നെ ഈനയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഈന പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു തുള്ളി കുക്കിങ്ങിൽ ഇതേ ഒഴിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ പ്രഷർ വരുമ്പോൾ വിസിലിൻ്റെ ഇടയ്ക്ക് കൂടിയിട്ട് വെള്ളം ലീക്ക് ആവാതിരിക്കാനാണ്. അതൊരു ടിപ്പാണത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. ആ വേവുന്ന സമയത്തിന് നമുക്ക് അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നല്ല ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഒരു സവാള മൊത്തം ചേർക്കാം കേട്ടോ. അതിനോടൊപ്പം ഒരു ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1.5 ടൊമാറ്റോയോ 2 ടൊമാറ്റോയോ ചേർക്കാം കേട്ടോ. നല്ല ഒത്തിരി ഗ്രേവി നല്ല തിക്നെസ് കിട്ടും. ഈ 2 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻ മസാലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പും കൂടി അരച്ച് ചേർത്താൽ 1-2 അണ്ടിപ്പരിപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഗ്രേവിക്ക്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്തിന് രാജ്മയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. കടലയും കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതായിട്ട് ഞാൻ ചീനിച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ കുക്കിങ്ങിൽ ഒഴിച്ചിട്ടുണ്ട്. അല്പം കടുക് ചേർത്തു. ജീരകം ചേർക്കണം. മസാലക്കറിക്കൊക്കെ ജീരകം ചേർക്കണം കേട്ടോ കടുക് വറുക്കുമ്പോൾ. അടുത്തതായി കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒന്ന് ചേർക്കാം. ടൊമാറ്റോയും ഉള്ളിയും കൂടി ചേർത്തിട്ട് അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാം. നല്ലമാതിരി ചൂടാക്കിക്കോളൂ. നല്ലമാതിരി വഴണ്ടി വന്നിട്ടുണ്ട്. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അടുത്തതായിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തോളൂ. നല്ലമാതിരി ഒന്ന് ഇളക്കി ചൂടാക്കിക്കോളൂ കേട്ടോ. ഈ പൗഡറൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മയും വെളുത്ത കടലയും കൂടി വേവിച്ച് വെച്ച് ചേർക്കുക കേട്ടോ. നല്ലമാതിരി മിക്സ് ചെയ്യണം. നല്ലതുമാതിരി മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. ഗരം മസാല ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ. അത് നല്ലമാതിരി തിളപ്പിക്കുക. ഗ്രേവി കുറുകി വരണമെന്നുള്ളവർക്ക് അത് ആ രീതിയിൽ നമുക്ക് തിക്കായിട്ട് എടുക്കാം. എല്ലാവർക്കും ലൂസായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പം നമ്മുടെ ഈ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. അത് ഒത്തിരി നല്ല രീതിയിലുള്ള കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിനൊപ്പം കഴിക്കാൻ ഒരു 2 ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 2 ചപ്പാത്തി ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണേ. ഇതും കൂടി ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കണേ. ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. ഈ കറി ചപ്പാത്തിക്ക് മാത്രമല്ല, ഇടിയപ്പം, അപ്പം എല്ലാം തന്നെ കൂടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. ഓക്കെ, ബൈ.